ഒരു വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ചെറിയൊരു ഔട്ട്ഡോർ പരിപാടി, ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ചെറിയൊരു കല്യാണ ഫംഗ്ഷൻ, അതിനൊക്കെ ഒരു കരോക്കെ ട്രാക്കൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ ഔട്ട്ഡോർ സെറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു 4 ചാനൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മളിപ്പോൾ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ആംപ്ലിഫയർ അസംബ്ലിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇപ്പോഴും ഇടുന്നത് നമ്മുടെ കൊല്ലത്തുള്ള സുഹൃത്തായുള്ള പ്രശാന്ത് ബ്രോ ചെയ്യുന്ന ആംപ്ലിഫയറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടാണ്. പുള്ളി നമുക്ക് വീഡിയോ അയച്ചുതരും, നമ്മൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഇട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതും കംപ്ലീറ്റ്ലി പുള്ളിയുടെ സ്വന്തം വർക്കാണ്, കസ്റ്റമറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ള ഒരു കസ്റ്റം മെയ്ഡ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കും ഇതുപോലുള്ള ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത്. പുള്ളിയുടെ പേര് പ്രശാന്ത് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് എനിക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഡയറക്റ്റ് പുള്ളിയെ കോൺടാക്ട് ചെയ്യുക, പുള്ളി കസ്റ്റമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് വരുവാണെങ്കിൽ 6 ഇഞ്ച് ഹൈറ്റ് വരുന്ന ജിടെക്കിൻ്റെ ക്യാബിലാണ് ഈ ഒരു ആംപ്ലിഫയർ ചേർത്തിട്ടുള്ളത്. ഫ്രണ്ട് അക്രിലിക് പാനലിൽ ചെയ്തിട്ടുള്ളത് ഡുവൽ ടോൺ വന്നിട്ടുള്ളത്. ഓഡിയോക്സിൻ്റെ ഒരു സ്പെക്ട്രം ലെവൽ വ്യൂ മീറ്റർ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല രസമാണ് അത് കാണാനായിട്ട് തന്നെ. അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് തന്നെ നമുക്കൊരു കരോക്കെ ബോർഡും കൊടുത്തിട്ടുണ്ട്. അതായത് 2 മൈക്ക്, അതിൻ്റെ എക്കോ ഡിലേ, അതുപോലെ മൈക്ക് വോളിയം കൺട്രോളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓഡിയോക്സിൻ്റെ തന്നെ ഒരു MP3 പ്ലെയർ, അതായത് ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ വരുന്ന ഒരു സെക്ഷൻ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു 3 വേ ടോൺ കൺട്രോൾ ബോർഡ് കൊടുത്തിട്ടുണ്ട്. മെഗാടെക്കിൻ്റെയാണ് 3 വേ ടോൺ കൺട്രോൾ ബോർഡ് ഈ ഒരു ആംപ്ലിഫയറിൽ യൂസ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 ചാനൽ വരുന്നുണ്ട്. അതിൽ 2 ചാനൽ വരുന്നത് 100 വാട്ട്സോളം വരുന്ന രീതിയിൽ, അത് 4 ട്രാൻസിസ്റ്റർ ബോർഡ്, മെഗാടെക്കിൻ്റെ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 150-200 വാട്ട്സ് വരുന്ന ഇതിൽ കുറച്ചുകൂടി പവർ കൂടിയ ഒരു സ്റ്റീരിയോ സെക്ഷൻ കൂടെ ഈ ഒരു ആംപ്ലിഫയറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഹെവി ട്രാൻസ്ഫോമറും ഈ ഒരു ആംപ്ലിഫയറിൽ ഉൾപ്പെടുത്തിയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ പവർ സപ്ലൈ സെക്ഷനൊക്കെ പുള്ളി തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിന് ആവശ്യമായിട്ടുള്ള വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സും ഡയോഡ് വിട്ട് കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 4 ചാനലിന് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷന് ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഗാടെക്കിൻ്റെ 3 വേ ടോൺ കൺട്രോൾ ബോർഡും അതേപോലെ തന്നെ കരോക്കെ ബോർഡും ആഡ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാക്ക് പാനലിലേക്ക് വരുവാണെങ്കിലും ബാക്ക് സൈഡിലും അക്രിലിക് ഷീറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് ബനാന സോക്കറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്പീക്കറിന് കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂളിംഗ് ഫാനും ഇതിൽ ആഡ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് അറിയാനും ഇതുപോലുള്ള ആംപ്ലിഫയർ അസംബിൾ ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളിയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അസംബിൾ ചെയ്യും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ കാനഡയിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഒരു സീരീസ് ആയിട്ട് എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഇടുന്നുണ്ട്. ഇത് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഹൈഫൈ ലെവലിലൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നതൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. കാണാൻ താല്പര്യമുള്ളത് അതുകൂടി ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള ആംപ്ലിഫയർ അസംബിൾ ചെയ്യണമെങ്കിൽ പുള്ളിയെ കോൺടാക്ട് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.